ഹായ്, വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള. ടേസ്റ്റ് ഓഫ് കേരളയിൽ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല നാടൻ കൊഞ്ചേറിയാണ് കേട്ടോ. കൊഞ്ചെന്താണെന്നറിയാലോ? ചെമ്മീനാണ്. ചെറിയ കുഞ്ഞൻ ചെമ്മീൻ വാങ്ങിക്കാൻ കിട്ടത്തില്ലേ? തീരെ ചെറുതല്ല, എന്നാലും ഒരു ചെറിയ രീതിയിലുള്ള കൊഞ്ച് വാങ്ങിക്കാൻ കിട്ടില്ലേ? ഞങ്ങൾ കൊഞ്ചെന്നാ പറയണം കേട്ടോ. അപ്പോൾ കൊഞ്ച് വെച്ച് നല്ല നാടനായിട്ട് ഉണ്ടാക്കുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്കിന്ന് നാടൻ കൊഞ്ചേറി ഉണ്ടാക്കിയാലോ? ഏകദേശം ഒരു 500 ഗ്രാമോളം ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചത്, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, ഒരു 8 വെളുത്തുള്ളിയും, 2 പച്ചമുളകും. ഇത് 500 ഗ്രാമോളം ചെറിയ കൊഞ്ചാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കിയതാണ്. എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് പെരിഞ്ജീരകം ചേർത്തിട്ടുണ്ട്, ഒരു 1/4 ടീസ്പൂൺ. അതിനുശേഷം നമ്മൾ നീളത്തിൽ അരിഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും. അത് രണ്ടും ചേർത്ത് കുറച്ച് നേരം, ഏകദേശം ഒരു 10 സെക്കൻഡ് നേരം നമ്മൾ കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കുക. ശേഷം ഇതിലേക്ക് പച്ചമുളക് 2ആയിട്ട് കീറിയിട്ട് ഇതിലേക്ക് ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് മൂപ്പിക്കുക കേട്ടോ. ഇതും ഏകദേശം ഒരു 10 സെക്കൻഡ് നേരം കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഇതുപോലെ വലിയ ചെറിയുള്ളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 3-4 കഷ്ണങ്ങളാക്കി മുറിച്ച് അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലിപ്പം ഉപ്പ് ഞാൻ ചേർത്തിരിക്കുന്നത് 1/4 ടീസ്പൂണാണ് കേട്ടോ. ഉപ്പ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഇപ്പം പല സ്ഥലങ്ങളിലും പല രീതിയിലും ആണ് ഉപ്പ് ചേർക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കുക. ഈ ചെറിയുള്ളിയിൽ ഉപ്പ് നന്നായിട്ട് പിടിക്കണം കേട്ടോ, എങ്കിലേ നല്ലൊരു ടേസ്റ്റും മണവും നമുക്ക് കിട്ടുള്ളൂ. അതിനെ നമ്മൾ ഇളക്കിയേ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഉപ്പ് ചേർത്ത ഉടനെ 2 പ്രാവശ്യം ഇളക്കിയിട്ട് അടച്ച് വയ്ക്കരുത്. ഇതുപോലെ നന്നായിട്ട് തന്നെ ഇളക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. കണ്ടില്ലേ, ചെറിയുള്ളിയുടെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടി ആണെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. എരിവുള്ളതാണെങ്കിൽ 1 ടീസ്പൂൺ മതി. 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഞാനാണെങ്കിൽ ഇത് ഒരു മിനിറ്റ് നേരം കണ്ടിന്യൂസ് ഇത് ഇളക്കാറുണ്ട് കേട്ടോ. കാരണം ഈ മസാലയുടെ പച്ചച്ചവ മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം ഒരു മിനിറ്റ് നേരം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇളക്കിയെടുത്താൽ അതിൻ്റെ മണം പോവും. നല്ലൊരു ഒരു പച്ച മണം പോയിട്ട് നല്ലൊരു മസാല വറുത്തൊരു മണം വരുള്ളൂ കേട്ടോ. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങളാക്കിയത് ചേർത്ത് ഇത് ഇളക്കി കൊടുക്കുക. നമ്മുടെ ഈ കറിയിൽ തക്കാളി വെന്ത് അങ്ങോട്ട് ഉടഞ്ഞു പോകേണ്ട കാര്യമില്ല കേട്ടോ. അവിടെയായിട്ട് തക്കാളി ഉണ്ടായിരിക്കണം, എങ്കിലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഒതുക്കി കൂട്ടി ഒന്ന് വെച്ചിട്ട് കറക്റ്റ് 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് നമ്മുടെ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയത്, ചെമ്മീൻ അല്ലെങ്കിൽ കൊഞ്ച് കേട്ടോ, ഞങ്ങളിവിടെ കൊഞ്ചെന്നാണ് ഇതിന് പറയണത്, കൊഞ്ച് ചേർത്തിട്ട് ഞങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതുപോലെ ഈ ചിരട്ടത്തവിയോ തടിത്തവിയോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ വലുതായിട്ട് അങ്ങനെ പൊടിഞ്ഞു പോകുന്ന അങ്ങനത്തെ ഒരു ഇതിലേക്ക് വരില്ല കേട്ടോ. ഇങ്ങനെ ഒന്ന് കണ്ടിന്യൂസ് ഒന്ന് ഇളക്കി കൊടുക്കണ്ട. കണ്ടിന്യൂസ് വേണമെന്നില്ല, എന്നാലും ഇങ്ങനെ ഒന്ന് ഇളക്കി ഇതൊന്ന് ഒതുക്കി വയ്ക്കുക. ഇത് ഒതുക്കി വയ്ക്കുമ്പോൾ ഈ കൊഞ്ചിന്ന് തന്നെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ട് ഇത് പാകമാകാനുള്ള വെള്ളം ഇതിൽ നിന്ന് ഇറങ്ങും. പിന്നെ കൊഞ്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അധികം വേവിക്കേണ്ട ആവശ്യമുള്ളൊരു സാധനമല്ല. നമ്മളിത് അധികം വേവിക്കുകയാണെങ്കിൽ റബ്ബർ കൺസിസ്റ്റൻസി വരും. അങ്ങനെയാണെങ്കിൽ പിന്നും നമ്മൾ 3-4 മിനിറ്റ് കുക്ക് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത് അതുവരെ വേണമെന്നില്ല, ആദ്യത്തെ ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് കുക്ക് ആയിക്കോളും. ഇടയ്ക്ക് ഇത് കണ്ടോ കൊഞ്ചിന്നിറങ്ങിയ വെള്ളമാണ്, ഞാൻ എക്സ്ട്രാ വെള്ളം ഒഴിച്ചിട്ടില്ല. അപ്പം നമുക്കിനി കറിക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പം ഇതിൽ വെള്ളം ഒഴിക്കുന്നത് 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇച്ചിരി ഒരു വലിയ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നിങ്ങൾക്കിപ്പം എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഒഴിക്കുക. എന്നെഴുതി ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. കൊഞ്ചിൻ്റെയും നമ്മുടെ ഈ ഷാലറ്റിൻ്റെ, അതായത് നമ്മുടെ ചെറിയുള്ളിയുടെയും തക്കാളിയുടെയൊക്കെ അളവ് അനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിക്കാൻ. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ച് കഴിയുമ്പോഴേക്കും എന്ത് ചെയ്യണമെന്നറിയോ, ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി മണമാണ് കേട്ടോ, അസല് മണമാണ് ഈ സമയത്ത്. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ ചില സ്ഥലങ്ങളിൽ ഇതിൽ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിവിടെ അങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കൊഞ്ചേറി വെക്കാറില്ല. ഇങ്ങനെയാണ്, അതാണെങ്കിലും ടേസ്റ്റ് തന്നെയാണ്. ഇങ്ങനെയാണ് കൂടുതൽ വെക്കാറുള്ളത് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു കൊഞ്ചേറിയാണ്. അതുപോലെ തന്നെ നല്ല എളുപ്പമാണ്. പിന്നെ കൊഞ്ച് വൃത്തിയാക്കാനുള്ളൊരു പാടുണ്ട് എന്നേ ഉള്ളൂ, അല്ലാതെ കൊഞ്ച് നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്യണേ.
പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് നാടൻ കൊഞ്ചേറി എന്ന് പറയുന്നത് കേട്ടോ. കൊഞ്ച് ഇഷ്ടമില്ലാത്ത ആളുകൾ ഭയങ്കര കുറവായിരിക്കും. കൊഞ്ച് അഥവാ ചെമ്മീൻ ഇഷ്ടമല്ലാത്തവർ ഭയങ്കര കുറവായിരിക്കും. ഈ ചെമ്മീൻ്റെ തന്നെ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് റെസിപ്പീസ് ഉണ്ട് കേട്ടോ. അത് നമുക്ക് വരുന്ന വഴികളിൽ കാണാം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഭയങ്കര ഈസി അല്ലേ, നല്ല എളുപ്പമാണ് കേട്ടോ. പിന്നെ ചെറിയുള്ളിയാണ് ഏറ്റവും ബെസ്റ്റ്. സവോളയെക്കാട്ടിലും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു കാര്യമാണ് ചെറിയുള്ളി. അപ്പോൾ ചെറിയുള്ളി ഇട്ട് തന്നെ ഈ കറി ഉണ്ടാക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ. ടാറ്റാ.